മോർണിംഗ് ഡാഡി. ഹലോ ചക്കി, ഗുഡ് മോർണിംഗ്. മോൾ എന്തെത്ര നേരത്തെ? ഡാഡി കാണാൻ. മോള് രാവിലെ എന്തൊക്കെ കഴിച്ചു? ബ്രെഡ്, പിന്നെ ബുൾസായി, പിന്നെ പഴം, പാല്. അയ്യോ സാർ, ഇതൊക്കെ കള്ളവാ. വളരെ പാടുപെട്ടിട്ട ഒരു ഗ്ലാസ് പാല് കുടിപ്പിച്ചത്. മോൾ എന്താ മോളൊന്നും കഴിക്കായിരുന്നത്? ഞാൻ കഴിച്ചിട്ടാ ഡാഡി. ഡേപ്പാ, ഈ പ്ലേറ്റ് ഇരിക്കുന്നൊക്കെ എടുത്ത് മോൾക്ക് കൊടുക്കോ? ആ, പിന്നീട് കൊടുക്കാം. ആ പ്ലേറ്റിൽ ബ്രെഡ് ഇരിപ്പുണ്ട്, മോളെടുത്ത് കഴിക്കും. എനിക്ക് വേണ്ട ഡാഡി. കഴിക്കാൻ. ആ പിന്നെ ഡാഡി, ഇന്നലെ നമ്മളെ മിക്കിപ്പട്ടി രാജപ്പ ചേട്ടന്റെ മേത്ത് ചാടി കയറി. അപ്പൊ രാജപ്പ ചേട്ടൻ പറഞ്ഞു അവളെ പിടിച്ച് കെട്ടിക്കണമെന്ന്. നമുക്ക് കെട്ടിക്കാം. നമുക്കവളെ രാജപ്പ ചേട്ടനെ കൊണ്ട് കെട്ടിക്കാം അല്ലേ ഡാഡി? മോളെ, മിക്ക ഒരു പറ്റിയല്ലേ, നമുക്ക് അവളെ മേനോൻ സാറിന്റെ വീട്ടിലെ ബുൾഡോഗിനെ കൊണ്ട് കെട്ടിക്കാം. വേണ്ട വേണ്ട, നിങ്ങൾ എന്നെ കെട്ടിയാ മതി. പറയൂ ഡാഡി. സമ്മതിക്കൂ ശാന്തേട്ടാ, ഞായറാഴ്ച തന്നെ വീട്ടിൽ പോകുന്നു സമ്മതിക്കുന്നേ. ഒരു രക്ഷയില്ല മൃദുലെ, അന്നൊരു എൻഗേജ്മെന്റ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നിന്റെ അച്ഛനമ്മ ഇവിടെ വന്നിട്ട് പോയത്. എന്നാലും ഞാൻ അങ്ങോട്ട് പോയിട്ട് 2 മാസമായില്ലേ. അച്ഛൻ ഫോറിൻ ടൂർ കഴിഞ്ഞ് എപ്പോഴാണ് തിരിച്ചു വരുന്നറിയില്ല. അതിനുമുമ്പ് ചില പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി വെക്കാനുണ്ട്. ഒന്ന് വീട്ടിൽ പോയെന്ന് വെച്ച് ഇതിലങ്ങ് മുടങ്ങുന്നാണ് ശാന്തേട്ടൻ പറയുന്നത്. നിനക്കതൊക്കെ പറയാം, അച്ഛന്റെ ഫയറും കേൾക്കേണ്ടതേ ഞാനാ. ഇത്ര പെട്ടെന്ന് നിനക്ക് എവിടെ കൂടെ കോപം വരുന്നത്? അതൊന്നും അറിയണമല്ലോ. ഇവിടുന്നാണോ? ഓ, ഇവിടുന്നായിരിക്കും. ഇപ്പൊ മനസ്സിലായി. ആരോ വിളിക്കുന്നു. വിളിച്ചോട്ടെ. ഫോൺ എടുക്കുന്നേ. വേണ്ടെന്നേ. പോ. അല്ല, പ്രശാന്തൻ സാറും മൃദുല കുഞ്ഞും ഇത് കേൾക്കുന്നില്ലാവോ? ഓ, ഒരു പക്ഷേ അവര് ചെവിയാക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. ഹലോ, ഷൺമുഖമല്ല സാറാണോ? ഇത് ഡ്രൈവർ ആയവനാ. ഉണ്ട്, കൊടുക്കാം. അതെയോ? നാളത്തെ ഫ്ലൈറ്റിനോ? ഓക്കെ. ഒരു ഹാപ്പി ന്യൂസ്. നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിന് അച്ഛൻ വരുന്നുണ്ട്. നമുക്ക് റിസീവ് ചെയ്യാൻ പോണം. രാജപ്പ, ആ ഗ്രീൻ ബോക്സ് മൃദുലയ്ക്കുള്ളതാണ്, ബാക്കിയുള്ളത് എന്റെ മുറി വെച്ചു. ഷൺമുമ്പിള്ളേ, ഇവർക്ക് വേണ്ടി എന്താണ് വാങ്ങിക്കേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. അച്ഛൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? നോനോ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ഞാൻ ആ ചുമതല നമ്മുടെ എംബസിയിലെ മിസ്സസ് പണിക്കരില്ലേ, അവരെ ഏൽപ്പിച്ചു. ഇതെല്ലാം അവരുടെ സെലക്ഷൻസാ. അടുത്ത ആഴ്ച ഞാൻ ബോംബെക്ക് പോകും. ആ ഇറ്റാലിയൻ പാർട്ടി അവിടെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അത് ജയരാജൻ കൈകാര്യം ചെയ്യില്ലേ? നോനോ, അവനവനൊന്നും കേപ്പബിൾ അല്ല. അച്ഛൻ വന്നിട്ട് ഉടനെ പോകുന്നു. കുറച്ചുനാൾ ഇവിടെ കഴിഞ്ഞൂടെ? മോളെ,
തറവാട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം നിന്റെ അച്ഛനെ പോലുള്ള കൃഷിക്കാർക്ക്, എന്നെ പോലുള്ള ബിസിനസ്സുകാർക്ക് അത് വിധിച്ചിട്ടില്ല. ആട്ടെ, നീ വീട്ടിലൊക്കെ പോകാറുണ്ടോ? കഴിഞ്ഞ ആഴ്ച അവിടുന്ന് അച്ഛനും അമ്മയും വന്നിരുന്നു. ആ, അവിടെ വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല. അടുത്ത തവണ വരുമ്പം അവിടെ ഒന്ന് പോണം. ഒരു ദിവസം താമസിക്കണം. അച്ഛാ, ഈ ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് പോവാം. പറ്റില്ല മോളെ, നിങ്ങൾ പോയാൽ മതി. ആ പിന്നെ എന്റെ അന്വേഷണം അച്ഛനും അമ്മയും പ്രത്യേകം അറിയിക്കണം കേട്ടോ. ഉം. ഓ, ഇയാളൊരു ഗമ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞായറാഴ്ച എന്നെ പാട്ടും പാടി വീട്ടിൽ കൊണ്ടുപോകണം. പണ്ടാരം പിടിക്കാൻ. ഇനി വള്ളവും ബോട്ടും ഒക്കെ കിടന്ന വെള്ളക്കുഴിയിലോട്ട് നിന്നെ എഴുന്നള്ളിക്കണമല്ലോ. എന്റെ ഒരു തലയിലെഴുത്ത്. ഞാൻ ബോട്ട് ഓടിക്കുന്നുണ്ടോ? ഇതുപോലെ ശാന്തേട്ടന് ഓടിക്കാൻ പറ്റുമോ? നിനക്ക് ബോട്ട് ഓടിക്കാനല്ലേ അറിയൂ, ഞാൻ വിമാനം ഓടിക്കും. ദാ അത് കണ്ടോ, അതാണ് വലിയ വെള്ളം. ആ, ദേ ഹോൺ അടിക്കട്ടെ. അച്ഛാ, മോളെ സൂക്ഷിച്ചേ. ഇങ്ങോട്ട് പിടിച്ച് അടുപ്പിക്കേ, ഇത് അടുപ്പിക്കണോ? അമ്മയുടെ അച്ഛാ, നിങ്ങൾ വരുന്നു എന്ന് പറഞ്ഞ് കാലത്തെ മുതൽ ബഹളം അടുക്കളയില്. മോള് ചെല്ലേ. പിന്നെ എന്തുകൊണ്ട് വിശേഷം വീട്ടില്? അച്ഛൻ വന്നിട്ടുണ്ട്. ആഹാ, അമ്മേ. എടീ, ഇത് ആരായി വന്നിരിക്കുന്നതെന്ന് നോയിക്കേ. ഹൗ നൈസ്. ശാന്തേട്ടൻ എപ്പോഴും കാണാത്തോണ്ടാ. കുട്ടനാട്ടിലെ പ്രകൃതിയും പെണ്ണും ഒരുപോലെ സുന്ദരമാണ്. പക്ഷേ വള്ളമൊക്കെ പിടിച്ചത് കാണാൻ ഇങ്ങോട്ട് എത്തിച്ചേരുന്നതാണ് ബുദ്ധിമുട്ട്. പിന്നെ ശാന്തേട്ടൻ വന്നതോ? അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ വന്നതല്ലേ. ആദ്യ വരവിനെ ഞാൻ കോരടിച്ചിട്ടതാണ്. പിന്നെ നിന്നെ കണ്ടപ്പോ എല്ലാ ബുദ്ധിമുട്ടും ഞാൻ മറന്നു. ഈ ഓണം കേറാ മൂലയില് ഒരു സുന്ദരി കുട്ടി എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നതായി തോന്നി. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സല്യൂട്ട്. പെട്ടെടുത്തിട്ട് പോടോ. വിവരമില്ലാത്ത ഇവരോട് ഗുഡ് മോർണിംഗ് പറഞ്ഞ ഞാനാ വിവരമില്ലാത്തവൻ. അയ്യോ, എന്റെ കുറ്റി. എന്തോന്നാടേ ഈ വഴി കിടക്കുന്ന കുറ്റിയൊക്കെയാണോ പെറുകി വലിക്കുന്നത്? ഇത് എന്റെ സ്വന്തം കുറ്റിയാ. ഓഹോ, അപ്പൊ സ്വന്തം കുറ്റിയൊക്കെ ആയിപ്പോയി. ആ, ദൂരെ കളടേ, ദൂരെ കളടാ. എന്താ ഈ അമേരിക്കൻ കമ്പനിയുടെ റേറ്റ് വളരെ കുറവാണല്ലോ മിസ്റ്റർ പിള്ളേ. എന്നിട്ട് അച്ഛനെന്താ കമ്പനി വിട്ടുകളയത്ത്? സാർ, ഈ കമ്പനിയുടെ ഓർഡർ കിട്ടുന്നത് പ്രസ്റ്റീജ് പ്രശ്നമാണ്. കേരളത്തിൽ നമുക്ക് മാത്രമേ ഇവരുമായിട്ട് ഇടപാടുള്ളൂ. പ്രസാദ് മുതലാളി നമ്മളെക്കാൾ കുറഞ്ഞ റേറ്റ് കൊട്ടി നോക്കിയിട്ടും ഫലിച്ചില്ല. സാർ, വീട്ടിൽ മിസ്സസ്. പിണങ്ങാടോ, ഞാനങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഡോക്ടർ പരിമളയോ വന്നിട്ടുണ്ടോ? ഒന്നുകൊടുത്തേ. ഡോക്ടർ, യെസ്, പരിമളയാണ്. മിസ്സസിന് ചെക്കപ്പ് ചെയ്തു. ഒരു സന്തോഷ വാർത്ത. ചെലവ് ചെയ്യണം കേട്ടോ. തൊട്ടിലും ഫീഡിംഗ് ബോട്ടിലും വാങ്ങിക്കാൻ തയ്യാറായിക്കോളൂ. മിസ്റ്റർ പിള്ളേ, ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോവാണ്. അല്ല, മേനോ മലയാളി ഉണ്ടോ? ഉണ്ട്. എന്തിനാ? ഒന്ന് കാണാനാ. നീ ബേജാറാവണ്ടോ, നമ്മള് മലയാളിയുടെ ഭയ ഇഷ്ടക്കാരനാ. നീ ആത്തി എന്ന്
ഒരു വയസ്സം കാക്ക കാണാൻ വന്നിട്ടുണ്ട്, പോയി പറ. മാറി മാറി മാറി, വണ്ടി പോട്ടെ. താജിക്ക് എപ്പോ വന്ന്? ഇന്ന് വന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഒരു അച്ഛൻ വന്നിട്ടുണ്ട്. താജിക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ വർഷം 2 കഴിഞ്ഞു. മേനോൻകുട്ടിയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾ ആദ്യമായിട്ടാ വരണത്. എന്റെ ഭാര്യ മൃദുല. സലാം. താജിക്ക് നമ്മുടെ കല്യാണത്തിന് വന്നില്ലല്ലോ. മാപ്പാക്കണം മേനോൻകുട്ടിയെ. കത്ത് കിട്ടിയപ്പം മുതൽ നമ്മൾ വരാനൊരുങ്ങിയതാ, പക്ഷേ പറ്റിയില്ല. മൃദുല ഞാൻ പറയാറില്ലേ, താജിക്ക അച്ഛന്റെ ബാല്യകാല സുഹൃത്താ. ഈ മേനോൻകുട്ടി എടുത്ത് വളർത്തിയ തയമ്പ് ഇപ്പോഴും നമ്മൾ ഓർത്തുണ്ട്. ഞാൻ അച്ഛനെ വിളിക്കാം. ഒരു താജിക്ക തലേന്ത് ചെയ്തു? നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് സൊസൈറ്റിക്ക് കെട്ടിക്കൊടുത്തിരിക്കുക. അതിനാവശ്യം വരുമ്പോ ഓരോരുത്തരും മേടിക്കാലോ. അവിടെ ഒരു വീടില്ലേ? ഉണ്ടല്ലോ, പലരും വന്ന് ചോദിച്ചു, നമ്മൾ കൊടുത്തില്ല. ഇക്കാലത്ത് ഒഴിപ്പിച്ചെടുക്കാനൊക്കെ വലിയ പാടാ മേനോൻകുട്ടി. ഇരിക്കണോ? ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അല്ല, നമ്മളെ മയ്യത്താണല്ലോ പോയിട്ട് വന്നത്. പിന്നെ എന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ? ഓ, എന്ത് വിശേഷം? ഒന്നുമില്ല. അല്ല, നിങ്ങളും അല്ലാണ്ട് തടിച്ചിരിക്കണല്ല. ഈ മൂത്രവും സൂത്രവും ഒക്കെ പരിശോധിക്കണ്ട. താൻ പോണോ അവിടുന്ന്? തന്റെ ഭാര്യയ്ക്ക് മോനൊക്കെ സുഖമാണോ? തന്റെ മോനെ ഞാൻ അവനെ കൈക്കുഞ്ഞായിരുന്നപ്പോ കണ്ടതാ. അവന് ജോലി വല്ലതും ആയോ? അവനിപ്പോ ഗൾഫ് പോകേണ്ട തിടുക്കത്തില. എങ്ങനെയെങ്കിലും വരുന്ന മാസം അക്കരയ്ക്ക് പറഞ്ഞു വിടണം. കൊള്ളാമല്ലോ. പിന്നെ ഒരു കാര്യം, തനിക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടായാൽ എന്നോട് ചോദിക്കാൻ പഠിക്കണം. അതങ്ങനെ മനസ്സിൽ വെച്ചോളി. പിന്നെ ഈ സ്നേഹത്തിനിടയിൽ കായ് വന്നാല് അതൊരു ഉടക്ക. നമ്മക്ക് നിങ്ങളെ സ്നേഹം മാത്രം. വളരെ ശരിയാണ്. പക്ഷെ പിള്ളേ, ആ റിച്ചാർഡ്സിന്റെ ബില്ല് പെൻഡിങ് കാണുന്നുണ്ടല്ലോ. സാർ, അത് നാളെ തന്നെ പ്രസന്റ് ചെയ്യാം. ഗ്രീൻ ലീസ് ബാങ്കിലേക്കുള്ളതാണ്. അടുത്ത മാസത്തിൽ അക്കൗണ്ട് വരുത്താമെന്ന് കരുതി. യെസ്, പ്രശാന്തൻ ഹിയർ. എന്താ മൃദുലേ? കഴിയുന്ന നേരത്തെ വരാമെന്നേ. സമ്മതിച്ചടോ. ഇപ്പഴെങ്ങനെ മോളെ അങ്ങോട്ട് വരിക? എനിക്ക് ഫയലൊക്കെ നോക്കണ്ടേ? ഫയലും കൊണ്ട് അങ്ങോട്ട് വരാനോ? അതെങ്ങനെയാ മോളെ ശരിയാകുക? ബെഡ്റൂമിൽ വെച്ച് നിനക്ക് പകരം ഫയൽ കൈകാര്യം ചെയ്താൽ മതിയോ? എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല. എന്തോന്നാണ് നീ കാണിക്കുന്നേ? ഇതൊരു ഓഫീസല്ലേ, വൃത്തിയോട് കാണിക്കുന്നത്. ഞാനല്ല, അദ്ദേഹം. ഹായ്, മനോഹരമായിരിക്കുന്നു. സത്യത്തിൽ നീ പരിഭവിച്ചിരിക്കുന്ന കാണുമ്പോഴാണ് കൂടുതൽ ഭംഗി. എന്നോടൊന്നും മിണ്ടണ്ട. അയ്യോ, ഞാൻ അങ്ങോട്ടൊന്നും പറഞ്ഞില്ല സാറേ. ഞാൻ ആത്മഹത്യ നടത്തിയല്ലേ. ഇന്ന് സിനിമയ്ക്ക് പോകുന്ന കാര്യം ശാന്തട്ട് മറന്നില്ലേ? ഞാൻ മറന്നതല്ല മോളെ. ഇന്നലെ നീ ആവശ്യപ്പെട്ട സാധനം എന്റെ കയ്യിൽ കിട്ടിയപ്പോ സ്വല്പം ലേറ്റായി. സാക്ഷാൽ കോഴിക്കോടൻ ഹൽവ. മുഹമ്മദ് പച്ചേരുന്നതിന് ഏത്തവിടാങ്കിൽ തരാം. ഓ, എനിക്കെങ്ങും വേണ്ട. നിനക്ക് വേണ്ടല്ലോ? വേണ്ട. ഒരു പാവം ഗർഭിണിയുടെ ആഗ്രഹമല്ലേ എന്ന് കരുതി ആളയച്ചത് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോ അവിടെ ഒരു ഗമ. എനിക്ക് വേണ്ട, തന്നെ തന്നെ കഴിച്ചാൽ മതി. അതൊരു ഗർഭം എനിക്കല്ലല്ലോ. എന്നാ നിന്നെ കൊണ്ടൊന്ന് കഴിപ്പിക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ലേ? എന്റെ വയറിടിച്ചു. അമ്മേ, അയ്യോ. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. ഡോക്ടർ, മൃദുലയ്ക്ക് എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഇടിയുടെ ആഘാതത്തിൽ ഫലോപ്യൻ ട്യൂബിന് കാര്യമായ ക്ഷതമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഒരിക്കലും മൃദുല ഗർഭം ധരിക്കാതെ സൂക്ഷിക്കണം. ഗർഭം ധരിച്ചാൽ അപകട സാധ്യത ഉണ്ട്. ഡോക്ടർ,
3 ദിവസമായി ഒരേ ഇരിപ്പല്ലേ. ഒന്ന് പോയി കുളിച്ച് ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വാ. മോനെ, ഇതൊക്കെ സാധാരണയാ. ഇതിലിത്ര സങ്കടപ്പെടാനൊന്നുമില്ല. ആ കുഞ്ഞ് നമുക്ക് വിധിച്ചതല്ലെന്ന് കരുതിയാ മതി. ആ, നിന്റെ അച്ഛന് പറഞ്ഞോ? അച്ഛൻ കൽക്കട്ടയിലാണ്, ഞാൻ വിവരം അറിയിച്ചില്ല. മോൻ വീട്ടിൽ പോയി ഡ്രസ്സെങ്കിലും ഒന്ന് മാറ്റിയിട്ട് വാ. പോയിട്ട് വരൂ ശാന്തേട്ടാ. ഇവിടെ ഇപ്പോ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ. എപ്പോഴും നീ പടങ്ങളിൽ നോക്കണം. എന്തിനാ ചേട്ടാ? എന്നാലേ ഇതുപോലെ സുന്ദര കുട്ടിനെ പ്രസവിക്കാൻ പറ്റും. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. എന്റെ മനസ്സിൽ ഒരു രൂപം സ്ഥിരമായിട്ടുണ്ട്. ആരുടേതാ? അബദ്ധവച്ചന്റെ ആണോ? ഒരു വെച്ചന്റെ അല്ല, എന്റെ ശാന്തേട്ടന്റെ. എനിക്കത് മതി. സാർ, അവിടെ വെച്ചേക്കോ. ഓ, എന്തോ ഈ ഫോട്ടോകളല്ലേ ഇവിടെ നിർത്ത് മാറ്റിയേക്കോ. സാർ, ഫോട്ടോ എല്ലാം താഴ്ത്തിറക്കി. ആ, അല്ല സാർ, ഇത് എവിടെ വെക്കണം? ആ സ്റ്റോർ റൂമിൽ വെച്ചേക്കൂ. ഓ, ഡേപ്പാ, എന്തോ നിനക്ക് ഇഷ്ടപ്പെട്ട ദൈവങ്ങളിലെല്ലാം ഫോട്ടോ വാങ്ങി അവിടെ വെച്ചേക്കൂ. ഇതെന്താ ശാന്തേട്ടാ, എന്തിനാ ആ ഫോട്ടോകളെല്ലാം മാറ്റിയത്? ഒന്നുമില്ല, ഇതാണ് നല്ലതെന്ന് തോന്നി. എന്നാലും ദൈവങ്ങളുടെ ഫോട്ടോ ബെഡ്റൂമിൽ വെക്കുന്നത് ശരിയല്ല കേട്ടോ. ദൈവങ്ങളുടെ കണ്ണുവെട്ടിക്കാൻ നമുക്ക് കഴിയില്ല മോളെ. ഡോക്ടർ വന്നിട്ടുണ്ട്, മോളിവിടെ ഇരിക്കെ, സ്റ്റെപ്സ് ഇറങ്ങണ്ട. ഡോക്ടർ തന്നെ ഈ കാര്യം മൃദുലയോട് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനാണ് ഞാൻ വിളിപ്പിച്ചത്. ഓഫ് കോഴ്സ്. ഒരു കാര്യം കൂടി ഡോക്ടർ കേൾക്കണം. ഇത് മറ്റാരും അറിയരുത്. എന്റെ അച്ഛൻ അറിഞ്ഞ കുഴപ്പമാണ്. കുടുംബത്തിനൊരു അവകാശം ലഭിക്കാൻ വേണ്ടി മറ്റൊരു വിവാഹത്തിന് അച്ഛൻ എന്നെ നിർബന്ധിക്കും. എന്റെ മൃദുലയെ പിരിയാൻ എനിക്കൊരിക്കലും കഴിയില്ല ഡോക്ടർ. ഓക്കെ.
മിസ്റ്റർ പ്രശാന്തൻ, ഞാൻ മൃദുലോട് സംസാരിച്ചു. അവൾ അല്പം അപ്സെറ്റാണ്. നിങ്ങൾ സമാധാനിപ്പിക്കണം. മാസം തോറും ആ ടാബ്ലറ്റ്സ് കഴിക്കുന്ന കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ കൂടെ കൂടെ വന്ന് നോക്കിക്കോളാം. താങ്ക് യു ഡോക്ടർ. കരയാതിരിക്കും. ഇത് നമ്മുടെ വിധിയാണ്. ഞാനൊരു അമ്മയാകാൻ കഴിയാത്ത പാവിയല്ല ചേട്ടാ. നിങ്ങൾ എല്ലാവരും എന്നെ വെറുക്കില്ലേ? നിന്നെ ആരും വെറുക്കില്ല. ഇതാരും അറിയാനും പോകുന്നില്ല. ശാന്തേട്ടനോ? എന്റെ മോളെ, നിന്നെ ഞാൻ വെറുക്കാനോ?